ഹലോ, ഈ രാത്രി ഞാനിപ്പോ ഒരു സ്റ്റോറി ഇടുന്നത് ദിസ് ഇസ് ഓൺലി ഫോർ അതിൽ വ്ലോഗ്. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ മാത്രമുള്ള ആൾക്കാരില്ലായിരുന്നു. പിന്നെ ഈ കാണുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും അനുമോക്ക് വീട്ടിലെ അമ്മമാരാരും വോട്ടൊന്നും കൊടുത്തിട്ടില്ലെന്ന് പറയാതെ പറഞ്ഞത് എന്റെ പൊന്നി ചേച്ചി അത് ജിഷനാണ്. ജിഷൻ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫെയിം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയാണ് ഇപ്പം ജിഷന്റെ വൈഫിന് ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റി. അനുമോടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് എടുക്കുക, ജിഷന്റെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുൽ വ്ലോഗ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേക്കുന്നത്. ഇന്നലെ നമ്മൾ ജിഷന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ജിഷന്റെ വൈഫ് ദേ കിടക്കുന്ന അമയ നായർ ഒഫീഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ കൂടെ നമ്മുടെ അതുൽ വ്ലോഗ്സിനെതിരെ ആ ചേച്ചി ഒരു വീഡിയോ ഇട്ടുകൊണ്ടിട്ടുണ്ട്. ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചിയല്ല, ഞങ്ങളെക്കാളും നല്ല മൂത്താണ്. ആൻറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും പ്രായത്തിന് മൂത്തവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻറ്റിയുടെ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ആൻറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിയുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മുടെ വിജയൻ്റെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു 3 ആഴ്ച മുമ്പുള്ള ഒരു കമൻറ്റ്. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് അമ്മ ആൻറ്റി പറയുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, ഈ രാത്രി ഞാനിപ്പോ ഒരു സ്റ്റോറി ഇടുന്നത് ദിസ് ഇസ് ഓൺലി ഫോർ അതിൽ വ്ലോഗ്. അതിൽ വ്ലോഗ് നിങ്ങളുടെ ഒരു ഇതിന്റെ യൂട്യൂബ് വീഡിയോന്റെ ലിങ്ക് എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നു. ആ അയച്ചു തന്ന ആൾ ആരാന്നറിയാവോ? അനുമോളുടെ ഒരു കട്ട ഫാനാണ്. അവർക്കറിയാം ഞാൻ അപ്പം ഈ പറഞ്ഞ അനീഷിന്റെ ഫാൻ ഗേളാണെന്ന് അർത്ഥം. എനിക്ക് തോന്നുന്നു ഇനി അതുലിന്റെ ഫ്രണ്ട് വല്ലതും ആണോ ഒരു ഡൗട്ട് ഇല്ലാണ്ടില്ല. അവളെ ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കാറുള്ളൂ. ചിലപ്പോൾ അനുവിന്റെ കട്ട ഫാനാണെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ആ നാറിയനെ കാണിച്ച വേലയായിരിക്കും, പറയാൻ പറ്റത്തില്ല. അവൾ ഇതിന്റെ അപ്പുറവും കാണിക്കുന്ന ഒരുത്തിയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അവിടെ കാര്യം ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കാരണം അതുലിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം ആ കാടകയുടെ മുഖം ഓർമ്മ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതുപോലൊരു നാടക നടി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നാടക നടി അയ്യോ പുണ്യാളത്തിയാണേ, പുണ്യാളത്തി കഥകളൊക്കെ അറിഞ്ഞപ്പോഴല്ലേ. മനസ്സിലാവും. ഞാൻ ഈ ഒരു കാര്യത്തിന്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു കാര്യം ഇട്ടുപോയി. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഏതാണ് ആ പെണ്ണെന്ന്. ഇവന്റെ ആക്സിഡന്റിന്റെ കാര്യം എടുത്ത് പറഞ്ഞായിരുന്നല്ലോ, ഇവന്റെ മുഖം ഇവൻ മരിച്ചു പോകണമെന്നൊക്കെ. ഞാൻ പെട്ടെന്ന് അവിടെ കാര്യം ഒന്ന് കയറ്റി വിട്ടെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവും. ഇതിന് നമുക്ക് ചേച്ചിക്കുള്ളൊരു മറുപടി കൊടുക്കാം, ആന്റിക്കുള്ളൊരു മറുപടി. ഞങ്ങൾ എത്രത്തോളം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനുമോളോട് സംസാരിച്ചിട്ടുണ്ട്. ഇവൻ അനുമോൾക്കറിയാം. 2 days ബിഫോർ കൂടെ ഞങ്ങളൊരു വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ ഫോട്ടോ ഞങ്ങൾ ഷെയർ ചെയ്യണ്ടായി. നിനക്ക് എന്തിന്റെ ചൊറിച്ചിലാണെന്ന് മനസ്സിലാകുന്നില്ല. PR വേറെ, വോട്ടുമറിക്കൽ വേറെ. PR ചെയ്യാതെ പോയത് മണ്ടത്തരമാണെന്ന് സമ്മതിച്ച ആളാണ് ജിഷൻ ചേട്ടൻ. PR വേറെ, വോട്ട് മറിക്കൽ വേറെ. ഈ PR ആയിട്ട് ഇരിക്കുന്നവന്മാർ തന്നെയാണ് വോട്ട് മറിക്കുന്നത്. ചേച്ചിക്ക് എന്തറിയാം? ശരിക്കും വോട്ട് മറിച്ചാണ് നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ. ഇപ്പം അക്ബറിന്റെ അക്ബർ ഈ വട്ടം വിഷൻ ഇല്ലെന്ന് വെച്ചോ. അക്ബറിന്റെ ഫാൻസിന്റെ കുറച്ച് വോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ എടുക്കുന്ന കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിക്ക് ഇതൊന്നും അറിയത്തില്ല. കാരണം ചേച്ചി ഒറ്റയ്ക്ക് PR ചെയ്തൊരു വ്യക്തിയല്ലേ. ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല. അതിന്റെ കുഴപ്പങ്ങളാണ് മൊത്തം. പിന്നെ ജിഷൻ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ടെന്ന്. ജിഷൻ ചേട്ടന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മളവിടെ നല്ല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അയാളുടെ സമ്മതം, ഒരു സ്റ്റാൻഡില്ലാത്ത രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ഞാൻ ചെയ്തപ്പോഴാണെങ്കിൽ പോലും അനുമോളെ വെച്ച് തന്നെ അയാൾ സംസാരിച്ചത്. ഇവിടെ PR കോൺട്രവേഴ്സി കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അനുമോളുടെ അല്ലേ? വേറെ ഏതെങ്കിലും അവന്മാർ PR പൊങ്ങി വന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇമ്മാതിരി വർത്താനമൊക്കെ വന്ന് പറയുന്നേ? ആന്റി അനുമോള് അവളുടെ കഴിവിനാണ് ആ കപ്പ് കിട്ടിയതെന്നും സമ്മതിച്ച ഒരാളാണ്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിരുന്ന ജിഷൻ ചേട്ടൻ അത് മറിക്കേണ്ട കാര്യമില്ല. ജിഷനെ അത് അംഗീകരിക്കണം. കഴിവിനാന്ന് അംഗീകരിച്ചില്ലെങ്കിൽ അനുമോൾ ഫാൻസുകാരെടുത്ത് പഞ്ഞിക്കിടും. അതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ജിഷന് പുറത്തിറങ്ങിയപ്പോൾ ഒടുക്കത്തെ സപ്പോർട്ടാണ് അവർ പറയുകയൊക്കെ ചെയ്തത്. കാരണം സപ്പോർട്ടെങ്കിൽ സപ്പോർട്ട്, അതേ സപ്പോർട്ട് നിലനിർത്താൻ വേണ്ടിയാണ് ഇവർ നോക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നെഗാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ അയാളുടെ ഭാവിയും കാര്യങ്ങളും ഒക്കെ. ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പം അല്ലെങ്കിൽ നട്ടലോടെ സംസാരിക്കണം, ആണുങ്ങളെ പോലെ. അല്ലാതെ പേര് പറയാതെ അവന്റെ കാര്യം സംസാരിക്കുന്നില്ല, അവന്റെ പറയാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആൾക്കാരെടുത്തിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതാദ്യം ചേച്ചി മനസ്സിലാക്കണം. സാബുമാനെ കുത്തി പറയുന്നുണ്ട്. കാരണം ഒരക്ഷരം മിണ്ടാതിരുന്ന സാബുമാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പേര് പറയാതെ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നി ചേച്ചി, നമ്മൾ ഇന്നും ഇന്നലെ അല്ല BB ഷോ കാണാൻ തുടങ്ങിയത്. പിന്നെ അയാൾ PR ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ജിഷൻ, അത് ജിഷന്റെ ഏറ്റവും വലിയ കഴിവുകടന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്രയും സീസണ് ബിഗ് ബോസ് കണ്ട ഒരു വ്യക്തിക്ക് PR കുറിച്ച് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യണം ഇപ്പോൾ പുറത്തിറങ്ങി വെച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. PR കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം ചേച്ചി. ഇപ്പൊ ചേച്ചി ഇങ്ങനെ വന്ന് ഈ കള്ളം പറയുന്നതിന്റെ ആന്റി ഇപ്പൊ വന്ന് കള്ളം പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇപ്പൊ അതിലുള്ള ചൊറിയാൻ കിട്ടിയ അവസരമല്ലേ ചൊറി കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരിടത്തും PR 16 ലക്ഷം കൊടുത്ത് അനുമോള് വോട്ട് വാങ്ങിച്ചു എന്നും ചേട്ടൻ പറഞ്ഞ മരക്കഴുതേ അതിൽ വ്ലോഗേ, നീ ആദ്യം ആ വീഡിയോ ശരിക്ക് കാണാർക്കെതിരെയാ സംസാരിച്ചിരിക്കുന്നതെന്ന്. ഇതിലും മാന്യമായിട്ട് നിന്നോട് സംസാരിക്കാൻ അറിയില്ല മോനെ, കേട്ടോ.
അതിലൂടൊന്ന് പറഞ്ഞോട്ടെ. ആസ് എ പാർട്ട്ണർ ഞാൻ ഇത്രയെങ്കിലും റിയാക്ട് ചെയ്തില്ലെങ്കിൽ അത് വളരെ മോശമായി പോകുന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അതിനകത്ത് തീട്ടം മറ്റേ ജിഷിനെ നീ ഫുഡ് കഴിക്കാത്തോണ്ട് അങ്ങനെ ഇങ്ങനെ. ജിഷിൻ എന്ത് ഫുഡ് കഴിക്കണം, എങ്ങനെ കഴിക്കണം, അത് ജിഷിന്റെ ഇഷ്ടമാണ്. അത് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിനകത്ത് അതില് കയറി തലയിടണ്ട, മനസ്സിലായോ? പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യാണെന്ന് പറഞ്ഞ് നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ആ കുട്ടിക്ക് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നത്. സെക്കൻഡ് തിങ്. തേർഡ് തിങ്, നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് നിങ്ങളൊരു യൂട്യൂബറാണ്. അത് നിങ്ങളുടെ എന്താ പറയാ ജീവിത മാർഗമായിരിക്കും. ആയിക്കോളൂ. നമ്മൾ ഛർദ്ദിച്ച ഞങ്ങൾ കൊടുത്ത ഇന്റർവ്യൂവിനെ കൊണ്ടുവച്ചിട്ട് അതിന്റെ നെല്ലും പതിരും പറക്കിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഈ നെല്ലും പതിരും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നു ചേച്ചി, ചുമ്മാ ഇരുന്നോട്ട് ഒരു ക്യാമറ മുമ്പിൽ ഇരുന്ന് കൊണയടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മളെ ആ കണത്തിൽപ്പെടുത്തണ്ട. പല കേസ് കെട്ടുകളും നമ്മൾ ഇത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. പല കേസ് കെട്ടുകളും മീഡിയ വിട്ടുപോയതാണെങ്കിൽ പോലും ഞങ്ങൾ ഇരുന്ന് ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ട് ചേച്ചി. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിചാരം എന്ന് വെച്ചാൽ ഒരു ക്യാമറ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് പറയാൻ ഡയലോഗ് അടിക്കുന്ന പീറ പിള്ളേരായിട്ടാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. അത് അവിടെ ഒരാൾ ഇരിപ്പുണ്ടല്ലോ, ഒരു സ്റ്റാൻഡ് ഇല്ലാതെ സംസാരിക്കുന്നത്. സ്റ്റാൻഡ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നട്ടിലോടെ സംസാരിക്കാൻ പഠിക്കണം. അദ്ദേഹം അത് കാണിക്കുന്നില്ല. അദ്ദേഹം ആരുടെ പേര് പറയുന്നില്ല. എന്നിട്ട് ഓരോ ഇൻറ്റിട്ട് കൊടുക്കുമ്പോൾ അയാളാന്നേ പറയും. പി ആറിൻ്റെ വിഷയം ഇവിടെ മൊത്തം പി ആറിനെ പ്രാഗിയത് മൊത്തം ഇയാളാണ്. ആ പാടം ഇവിടെ വിജയുടെ വിഷയം മാത്രമേ ഉള്ളൂ പി ആർ എന്ന് പറയുമ്പോൾ. ആര് ഹനുമോനെ ഇത് പൊട്ടലും മനസ്സിലാക്കാന്നുള്ളൂ. ഇവിടെ നട്ടലില്ലാതെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. വീട്ടിലിരിക്കുന്ന ആ വ്യക്തിയുടെ കാര്യം തന്നെ പറയാം. ഓരോന്ന് അങ്ങോട്ട് തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നട്ടലോടെ അത് തുപ്പാൻ പറയണം. അതൊന്നും ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ അതുലിനെ വെല്ലുവിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ഡയലോഗ് അടിക്കുമ്പോൾ ആദ്യം വീട്ടിലിരിക്കുന്ന പറഞ്ഞ ചിലപ്പോൾ കൂടിപ്പോവും. സ്വന്തമായിട്ട് ചെയ്യുന്ന ആ ജോലിയിൽ ഒരൽപ്പം മര്യാദ കൊടുക്കുക. അതായത് അത് വേണ്ട രീതിയിലൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരൽപ്പം എഫേർട്ട് ഇട്ടിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഇതൊരു ടിപ്പാണ് കേട്ടോ അതിൽ വ്ളോഗ് മോനെ. ആന്റി മോൻ ഒരു ടിപ്പ് കൊടുത്ത സ്ഥിതിക്ക് ആന്റിയുടെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം ഞാൻ വെച്ച് തരാം. അതായത് വീട്ടിലെ അമ്മമാര് വോട്ടും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ. കാരണം ആന്റിയുടെ ഹസ്ബൻഡിന് കാരണം ഒന്നും വിട്ടു പറയാനുള്ള ഗട്ട്സ് ധൈര്യം ഒന്നുമില്ല. കാരണം പുള്ളിക്ക് ഇനി നെഗറ്റീവ് ആയാലോ ഒന്ന് പേടിച്ചിട്ട് മാത്രം അനുമോൾ ഫാൻസ് കയറി പഞ്ഞി കിട്ടാലോ എന്ന് കരുതി. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് നല്ല പൊന്നു ചേച്ചി, ഹസ്ബൻഡിന് നല്ല കലിപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നല്ല കലിപ്പുണ്ടെന്നറിയാം. നല്ല കലിപ്പുണ്ട് അനുമോളടുത്ത്. പക്ഷെ കടിച്ച് പിടിച്ച് സ്നേഹിച്ച് അങ്ങ് കൊണ്ടുപോകാമെന്നറിയാം. മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട് ചേച്ചി. എനിക്കാണെങ്കിൽ നല്ല പനിയുണ്ട്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനും ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ചേട്ടൻ്റെ ഒരു വാക്ക് ചേട്ടൻ സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാനത് വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിലെ അമ്മമാരൊന്നും അനുമോൾ കോട്ട് ചെയ്തിട്ടില്ലെന്നുള്ളത്. ഞാൻ എൻ്റെ വീഡിയോ വെച്ച് തരാം. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ മാത്രമുള്ള ആൾക്കാരില്ലായിരുന്നു. പിന്നെ ഈ കാണുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും ഈ കാണുന്ന ആൾക്കാര് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നവരെല്ലാരും വോട്ട്. പിന്നെ ഇവർക്ക് ഇതല്ലേ പണി? നീ ചെയ്യാറുണ്ടോ? എത്ര പേർക്ക് വോട്ട് ചെയ്യാറുണ്ട്? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ലല്ലോ. പറയും. ഇപ്പം കാണുമ്പോ പറയും വോട്ട് ഇതിന്റെ ഹോട്ട്സ്റ്റാർ പോയി ഇരുന്ന് കുത്തിയിരുന്ന് വോട്ട്. അല്ലെങ്കിൽ പിന്നെ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം ബിഗ് ബോസിന്. ഈ സാധാരണക്കാരായിട്ടുള്ള അമ്മമാര് ഇവരൊന്നും ചെയ്യുന്നില്ല. അത് ശരിയാണ്. ഇപ്പൊ ഞാനും ഇവർക്ക് ചിലപ്പോ എന്നെ ഇഷ്ടമായിരിക്കും. ജിഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജിഷിന് ഇപ്പൊ നീ പറഞ്ഞില്ലേ അമ്മക്ക് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും. ആ ഷെയർ വന്നതോടല്ലേ ചെയ്യാൻ പറ്റും. അതെ അല്ലേ? മനസ്സിലായി ചേട്ടാ, മനസ്സിലായി. വീട്ടമ്മമാരൊന്നും ചെയ്തിട്ടില്ല. എല്ലാം PR ആണ്. എന്റെ പൊന്നോ എരിഞ്ഞിട്ട് വയ്യ. എന്താണ് ഈ സാധനത്തിന്റെ പേര്? അമൃതാനിജമാണെന്ന് തോന്നുന്നു. അതിനൊരു പ്രൊമോഷൻ ഇരിക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ. എൻ്റെ പൊന്നു മോനെ ജിഷനെ, അനുമോടെ PR തന്നെയാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കമന്റ് വെച്ചാൽ അത് ഇവർ തന്നെ എടുത്ത് പോസ്റ്റ് ഇട്ടതാ. എരിഞ്ഞിട്ട് വയ്യായി. പറഞ്ഞ ക്യാഷ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ബൈ. ആര്? നമ്മുടെ വിനു വിജയ് ഇട്ട ഒരിതാണ്. അതിൻ്റെ താഴെ വന്ന കമന്റ് നിന്നെ ഞാൻ നോക്കി വെക്കുമായിരുന്നു, നിനക്കുള്ളത് ഞാൻ വേറെ സ്പെഷ്യലായി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന ആശാത്തി ആദ്യം സ്വയം നന്നാവും കേട്ടോ. എന്നിട്ട് അവനെ ഉപദേശിക്കാൻ നടക്കും. അവന് ജനങ്ങളുണ്ട് കൂടെ അതുണ്ട്. പിന്നെ അവൻ്റെ വീഡിയോസ് ഇതൊന്നുമില്ലെന്നല്ല ആൾക്കാർ കാണാൻ തുടങ്ങിയത്. എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. നിങ്ങൾക്ക് സ്റ്റാൻഡ് ഇല്ലെന്ന് മനസ്സിലായി. അവന് സ്റ്റാൻഡുണ്ട്, നട്ടലുണ്ട്, എന്ത് കാര്യത്തിനും. അവൻ ആദ്യം മുതൽ ഈ പറയുന്ന അനുമോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ അവനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ അന്ന് ഒന്നും ഒരു സ്റ്റാൻഡ് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവസരം കിട്ടി അവളെ വെട്ടാൻ വേണ്ടി നോക്കി നിൽക്കുന്ന നിങ്ങളോടൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്കുള്ള മറുപടിയും കാര്യങ്ങളും തരുകയൊക്കെ ചെയ്യും. ഐ ലവ് യു ഓൾ ഗൈസ്.